സോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു കിഡിലൻ ട്രാൻസിഷൻ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ക്യാപ്കട്ട് പറഞ്ഞൊരു ആപ്ലിക്കേഷനിലാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സോ ഗൈസ്, അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഗൈസ്, അപ്പോൾ ഞാൻ ക്യാപ്കട്ടിൽ വന്നിട്ട് ഇതേപോലെ 3 ക്ലിപ്സ് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ ക്ലിപ്സും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുക, ഓഡിയോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ചെയ്യുക. അതായത് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഞാനിപ്പോൾ ഫസ്റ്റ് ക്ലിപ്പ് സെലക്ട് ചെയ്യാണ്. ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടത് ആനിമേഷനാണ്. നമ്മൾ ആനിമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു VPN കണക്ട് ചെയ്യണമെന്ന് പറയുന്നത്. ദെൻ നമ്മൾ ഏറ്റവും എൻഡിലേക്ക് വരും, ആനിമേഷൻ്റെ ഏറ്റവും എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് റോക്ക് വെർട്ടിക്കലി എന്ന് പറഞ്ഞൊരു ആനിമേഷൻ ഉണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ രണ്ടാമത്തെ ക്ലിപ്പിലേക്ക് പോവുക, അവിടെയും നമ്മൾ റോക്ക് വെർട്ടിക്കലി കൊടുക്കുക. സെയിം നമ്മൾ എത്ര ക്ലിപ്പാണ് കൊടുക്കുന്നത് അത്രയും ക്ലിപ്പിൽ നമ്മൾ റോക്ക് വെർട്ടിക്കലി എന്നുള്ള ആ ഒരു ആനിമേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഇതിൻ്റെ താഴെ ഇപ്പോൾ ടൈം ഉണ്ടാവും, അത് ഞാൻ ഇപ്പോൾ 0.5 സെക്കൻഡ്സിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്ലിപ്പ്, അതായത് നിങ്ങളിപ്പോൾ ക്ലിപ്പ് എടുക്കുന്ന പറഞ്ഞാൽ ഓഡിയോയുടെ ബീറ്റും കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും. അപ്പം ഈ ഒരു ടൈം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇത് ഒരു ഔട്ട്പുട്ട് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ വെർട്ടിക്കലായിട്ടുള്ള ഒരു ഷെയ്ക്ക് ഇതേപോലെ ആയിരിക്കും നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് ഒരു പെൻഡുലം എഫക്റ്റാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമുക്കറിയാം ക്യാപ്കട്ടിൽ ഒരുപാടധികം എഫക്ട്സ് ഉണ്ട്. നമ്മൾ വീഡിയോ എഫക്ട്സിലേക്ക് പോവുക, ജസ്റ്റ് 1 ക്ലിക്കിൽ തന്നെ നമുക്ക് എല്ലാ എഫക്ട്സും ക്യാപ്കട്ടിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. ഓൾറെഡി കുറേ ക്യാപ്കട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ ചെക്കൗട്ട് ചെയ്താൽ ഇതുപോലെ കുറേ അധികം വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എഫക്ട്സിൽ നമ്മൾ എന്ത് ചെയ്യുക, നൈറ്റ് ക്ലബിലേക്ക് വരിക. നൈറ്റ് ക്ലബിൽ നമുക്കിവിടെ പ്ലേ പെൻഡുലം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ഇതേപോലെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്ലേ പെൻഡുലം എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് നമ്മളെ വീഡിയോയുടെ ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ സെറ്റ് ചെയ്യുക. ഒറ്റ എഫക്റ്റ് ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ അഡ്ജസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അഡ്ജസ്റ്റ് ഓപ്ഷനിൽ കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട്, ഇൻറ്റൻസിറ്റി, ട്വിസ്റ്റ്, സ്പീഡ്, ഷാർപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ, അതായത് സ്പീഡ്, ഇൻറ്റൻസിറ്റി അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ചേഞ്ച് ഒന്നും ചെയ്യുന്നില്ല. ദെൻ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. ദെൻ നമ്മളിതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും ഉണ്ടാവുക. കണ്ടില്ലേ, അതായത് ഒരു വെർട്ടിക്കൽ ഷെയ്ക്ക്, അതോടൊപ്പം തന്നെ ഒരു പെൻഡുലം, ഒരു വെർട്ടിക്കൽ ഷെയ്ക്ക് അതോടൊപ്പം തന്നെ ഒരു പെൻഡുലം എഫക്റ്റും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ എഫക്ട്സോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. അതായത് വീഡിയോ എഫക്ട്സ് പോയാൽ നമുക്കിവിടെ കുറേ അധികം എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്വിച്ച്, അതേപോലെ ഫ്ലാഷ് എഫക്റ്റ്, അങ്ങനെ ഒരുപാടധികം ഉണ്ട്. അതുപോലെ ഇതേപോലെ ഈ ഒരു റിപ്പീറ്റ് സൂം എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം എഫക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ റിപ്പീറ്റ് സൂം എന്ന് പറഞ്ഞാൽ ആ ഒരു എഫക്റ്റ് ഞാൻ അവിടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. അത് ആഡ് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പാർട്ടിക്കിൾ പോലെ ഒരു സൂമും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഉണ്ടല്ലേ, ജസ്റ്റ് 1 ക്ലിക്കിലാണ് നമ്മളിതിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കുറേ അധികം എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ ഇനിയും ഇതേപോലുള്ള ആനിമേഷൻ എഫക്ട്സ് കോംബോ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ പറഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ട് നമുക്കിത് ഇതേപോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ഞാൻ ഇത് വീഡിയോ ഒരു എൻഡ് വരെ സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇതേപോലെ ആയിരിക്കും നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാവുക. ഓക്കെ, ഇതിലും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്പീഡ്, ഇൻറ്റൻസിറ്റി, അതിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഗ്ലോ എഫക്റ്റ് അതൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റായി സെറ്റ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് വേണ്ട പോലെ, അതായത് നിങ്ങൾ ഓരോ വീഡിയോ ചിലപ്പോൾ സോഫ്റ്റ് എഡിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബഡാസ് എഡിറ്റ് ആയിരിക്കും. അങ്ങനെ ഓരോ രീതി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ ഏത് വീഡിയോ ആണോ, എങ്ങനത്തെ ലവ് എഡിറ്റ്സ് ആണോ, അതിനൊക്കെ അനുസരിച്ച് ഇതിൻ്റെ വാല്യൂസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇതേപോലെ ഇനിയും എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.